Hello guys, welcome back to my YouTube channel. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഉപ്പുമുളക് ലൈറ്റ് ഫാമിലിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഉപ്പുമുളക് ലൈറ്റ് ഫാമിലിയിലെ ഇളയ മകൾ ഒളിച്ചോടി പോയിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ഒളിച്ചോടി പോയത് കല്യാണം ഉറപ്പിച്ച് വെച്ച ചെക്കൻ്റെ കൂടെ തന്നെയാണ് ഒളിച്ചോടി പോയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ ഉണ്ട്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും എന്താ കാര്യം എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കണ്ടൊരു പോസ്റ്റാണ് അവർ ഒരു യൂട്യൂബ് ചാനലിനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണെന്നുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒളിച്ചോടിപ്പോയ കുട്ടിൻ്റെ ഹസ്ബൻഡിനെയും വീട്ടുകാരെയും കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ യൂട്യൂബിൽ വന്ന് പറഞ്ഞു എന്നുള്ള രീതിക്ക്, അതുകൊണ്ട് അവർക്കെതിരെ ആ ചാനലിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലൊരു പോസ്റ്റാണ് അവരിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആർക്കെതിരെയായിരിക്കും കേസ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ദിവസം മുമ്പ് പൊന്നു ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ ഒളിച്ചോടിപ്പോയ കുട്ടിയുടെ ചേച്ചി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അവരുടെ ഫാമിലിയിൽ ഉണ്ടായ ഇഷ്യൂവിനെ കുറിച്ചിട്ട്. അതായത് ഈ കുട്ടി ഒളിച്ചോടിപ്പോകാനുള്ള കാരണം എന്താണ്, വീട്ടിലുണ്ടായ പ്രശ്നം, കല്യാണത്തിന് മുമ്പ് ഈ കുട്ടി എന്തുകൊണ്ട് ആ ഒരു ചെക്കൻ്റെ കൂടെ തന്നെ ഒളിച്ചോടിപ്പോയി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ആ ചെക്കൻ്റെ സ്വഭാവത്തിനെക്കുറിച്ചും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഒരു വീഡിയോ പൊന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൊന്നുവിനെതിരെ തന്നെയാണ് ഇവർ ഈ കേസിനും പോകാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ഈ ഒരു കുട്ടി ഒളിച്ചോടിപ്പോയി എന്ന് സോഷ്യൽ മീഡിയയിൽ ആ ഒരു ഫോട്ടോസും അവരുടെ കല്യാണ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേനും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേര് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പോയത് കല്യാണം നടത്താൻ പൈസ ഇല്ലാത്തതുകൊണ്ട്, വീട്ടുകാരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ആ കുട്ടി പോയത് എന്നുള്ള രീതിയിൽ വീട്ടുകാരനെ കുറ്റപ്പെടുത്തിയിട്ടും, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കല്യാണം നടത്താൻ നിന്നത്, ഒരു രൂപ പോലും ഇല്ലാണ്ടാണോ കല്യാണം ഉറപ്പിച്ചത് എന്നുള്ള വീട്ടുകാരന് മോശമായ രീതിയിൽ വീട്ടുകാരന് മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് പോലും അറിയാതെയാണ് പലരും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഫാമിലിയിൽ, ഉപ്പുമുളക് ലൈറ്റ് ഫാമിലിയിലെ ആ ഒരു അമ്മയും അച്ഛനും ഈ കുട്ടി പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ അവരുടെ ഒരു സ്ഥലം വിൽക്കുന്നതിനെ കുറിച്ചും, സ്ഥലം വിറ്റാൽ മാത്രമേ കിട്ടുന്ന പൈസ കൊണ്ട് വേണം കല്യാണം നടത്താൻ എന്നുള്ള രീതിയിലും കുറച്ച് കഷ്ടപ്പാട് പോലെയുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വാഭാവികമായും ഈ കുട്ടി പോയതും ഇവരുടെ ഈ വീഡിയോയും കമ്പയർ ചെയ്തിട്ടാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇങ്ങനെ വീട്ടുകാർക്കെതിരെ റിയാക്ട് ചെയ്തിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കുഞ്ഞു എന്ന് പറയുന്ന കുട്ടിയെ ഒളിച്ചോടിപ്പോയത് തന്നെയാണ്. അതും ഒരു വലിയ വിഷയമായതാണ്. യൂട്യൂബിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഷയമായ കേസായിരുന്നു. അപ്പോൾ ആ കുട്ടീനെ മോശമായ രീതിയിൽ ചേച്ചി അങ്ങനെ ആയതുകൊണ്ടാണ് അനിയത്തി ഇങ്ങനെ ചെയ്തത് എന്നുള്ള രീതിയിലും ഒരുപാട് നെഗറ്റീവ്സ് ഈ കുട്ടിക്കെതിരെയും വന്നിട്ടുണ്ടായിരുന്നു, ഈ പൊന്നൂസിൻ്റെ എതിരെയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് പൊന്നു ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. പൈസ ഇല്ലാത്തത് കൊണ്ടോ ഞങ്ങൾ നടത്തി കൊടുക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നുമല്ല അവള് ഒളിച്ചോടിപ്പോയത്. അതിനെക്കുറിച്ചും പിന്നെ അതിന് മുമ്പുണ്ടായ എൻഗേജ്മെൻറ്റിന് ശേഷവും എൻഗേജ്മെൻറ്റിന് മുമ്പും ഉണ്ടായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും ആ ഒരു പൊന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടാണ് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് പല തെളിവും അവരുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പാടില്ല എന്ന് ഈ വ്യക്തി എന്റെ കൂടപ്പുറപ്പിനോട് പറഞ്ഞു. അപ്പൊ അച്ഛനും പറഞ്ഞു അത് പറ്റില്ല, അതിനുള്ള തെറ്റാൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് ഉണ്ടായിട്ടില്ല, അല്ലാതെ സോറി പറയണമെന്നൊന്നും അച്ഛനമ്മയും പറഞ്ഞിട്ടില്ല. അത് എനിക്ക് നല്ല ഉറപ്പാണ്. അച്ചടിച്ചൊരു കേസും കൂടി ഉണ്ട്, അതുകൂടി ഞാൻ പറയാം. അച്ചടിക്ക് ഓങ്ങിയെന്ന് എന്താ പറയുന്ന കേസും കൂടി ഉണ്ട്. ഈ വ്യക്തിയുടെ വീട്ടിൽ പോയി മാന്യമായിട്ടാണ് കയറുന്നത്. കയറി ചെല്ലുമ്പോൾ നമ്മളെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ നമ്മൾ മിണ്ടണം. എത്ര ദേശീയ ആൾക്കാരാണെങ്കിലും മിണ്ടണം. അതാണ് ഞങ്ങൾ പഠിച്ച മര്യാദ. ആ വ്യക്തിയുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഇത്ര ദേഷ്യം, ഞങ്ങൾക്ക് ആ വ്യക്തിയുടെ വീട്ടിൽ കയറുകൊണ്ടാച്ചില്ല. ആ വ്യക്തിയുടെ വീട്ടിൽ എന്താ ഫുഡ് കണ്ടിട്ടാണ് ഞങ്ങൾ ആ വ്യക്തിയുടെ വീട്ടിൽ കയറുമ്പോൾ. അല്ല, പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. കല്യാണം നടക്കുമ്പോൾ എല്ലാവരും സ്നേഹത്തോടെ ഒരുമിച്ച് ഒരു കെട്ടായി നിൽക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അമ്മയച്ഛനും എന്നോട് ഈ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവൻ വരുമെന്ന് അറിയില്ല, കാരണം ഈ ബ്ലോക്ക് ലിസ്റ്റ് ആയിട്ട് വെച്ചിട്ട് ഇവൻ വരുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞു. അപ്പം അമ്മ ഷെബിയോട് ഞങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. അമ്മയച്ഛനും ഇവനെ വിളിച്ചപ്പോൾ ഇവൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്തി. ഇവൻ എന്തുകൊണ്ടാണ് പോവാന്ന് അതായത് കൂടെ പുറപ്പേ എത്തി ഞങ്ങൾ വന്നത്. എന്നിട്ട് പോകുമ്പോ ഇവളെ വണ്ടിയിൽ കയറിയിട്ട് എത്ര നാൾ കയറാത്ത വ്യക്തി ആ വണ്ടിയിൽ കയറി അവളുടെ ആവശ്യങ്ങൾ മാത്രം നടക്കണം. മറ്റാരുടെ സെന്റിമെന്റ്സും മറ്റാരുടെ വിഷമങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്നിട്ട് കയറി അത്ര നാൾ എന്നോട് മിണ്ടിയില്ല. എന്റെ ഭർത്താവിനോടൊന്നും മിണ്ടാത്ത വ്യക്തി ചേച്ചിയെ വിളിച്ചത്. ഞാൻ പറഞ്ഞു നിന്റെ ആവശ്യം ഇപ്പൊ നടക്കണോണ്ടല്ലേ, ഞാൻ ആ വീട്ടിൽ കയറണോണ്ടല്ലേ നീ ഇപ്പൊ എന്നോട് മിണ്ടുന്നത്, അല്ല വേറെ ഒന്നല്ലല്ലോ ചോദിച്ചു. ആള് മിണ്ടാട്ടം മുട്ടി. അപ്പം മിണ്ടിൽ നിർത്തി. എനിക്ക് നമ്മളോട് ആവശ്യം, നമ്മളെ വെള്ളം എല്ലാ കാലിലും കാലിന്റെ കുമ്പിലേക്ക് കാലിന്റെ കുമ്പിട്ടുമ്പോ എല്ലാം മിണ്ടേണ്ടത്.
അപ്പൊ എന്നിട്ട് ആ വീട്ടിൽ പോയി അച്ഛനൊക്കെ നോർമലായിട്ട് ഇരുന്നത്. അവർ ചെയ്ത് തെറ്റിന് അച്ഛന് ദേഷ്യം ഉണ്ടാവാതിരിക്കുന്നില്ല, അടിക്കാൻ വാങ്ങിയിട്ടില്ല അപ്പോഴും. ഈ വ്യക്തി മിണ്ടിയിട്ടില്ല, ഈ വ്യക്തി മിണ്ടണില്ല. ഞങ്ങൾ കണക്കില്ലാത്തോണ്ട് അവരുടെ വീട്ടിൽ ആളിൽ കയറിയിരുന്നു. ഞാനും കസാരന്ന് എഴുന്നിട്ട് അച്ഛനായിരുന്നു. ഷെബിനെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഷെബിനെ കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽ ഇഷ്ടമല്ല. അവൻ എന്റെ പെണ്ണ് അങ്ങനെ എന്നെ പെണ്ണുപിടിയെന്ന് വിളിച്ചു. ഞങ്ങൾ പെണ്ണുപിടിയെന്ന് വിളിച്ചിട്ടില്ല. ഈ കേസിനായിട്ടും ഞങ്ങൾ എപ്പോഴും അവന്റെ മൊത്തം പെണ്ണുപിടി ഞാൻ വിളിച്ചിട്ടില്ല. ഈ കേസിന്റെ കുഞ്ഞിനോട് പറഞ്ഞിട്ടുള്ളൂ, എന്റെ കൂടപ്പുറപ്പിനോട് പറഞ്ഞിട്ടുള്ളൂ. ആ കൂടപ്പുറപ്പ് അവനോട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞങ്ങൾ അവനെ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ അടിക്കാൻ തുടങ്ങിയ ടൈമിൽ അവന് വീടാണ്, അവന്റെ നാടാണ്, അത് ഡേറ്റിലാണ് അവൻ നിന്നത്. അവൻ നിന്ന വശം എന്റെ ഭർത്താവിനെല്ലാം പറഞ്ഞു ഞാൻ ചൂടാവും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത എന്റെ ആൾക്കാരെ ഞാൻ സ്നേഹിക്കുന്നതിനെ കുറിച്ച് വല്ലതും വന്ന് ഞാൻ അപ്പൊ ചൂടാവും. ഞാൻ അച്ഛൻ എഴുന്നേറ്റ വശം അമ്മ പിടിച്ചു. ഷെബിനെ തൊടില്ലാട്ടാ നീ എന്ന് പറഞ്ഞു. ഷെബിനെ തൊട്ടിട്ട് നീ എന്താ പറഞ്ഞ അച്ഛൻ എഴുന്നേറ്റ വശം അമ്മ അച്ഛന് അപ്പൊ തന്നെ അച്ഛനെ പിടിച്ചു വലിച്ചു. 2 മിനിറ്റ് അമ്മ വണ്ടി ഉണ്ടാക്കി നമുക്ക് പോവാം, നമുക്ക് അല്ലെങ്കിൽ പോവാം. ഒന്നും തല്ലുണ്ടാക്കി രണ്ടാമത്തേന് കുട്ടീനെ എടുത്ത കണക്കാ പറയാ, കുട്ടീനെ അപ്പി കഴിച്ച കണക്കാ പറയാ, കുട്ടി ഫുഡ് കൊടുത്ത കണക്കാ പറയാ. അപ്പൊ ഞാൻ കണക്ക് പറയാനായിട്ട് നീ എന്റെ കുട്ടീനെ എടുക്കണ്ട. ഇത് ഞാൻ തല്ലുണ്ടാക്കി ഒന്നിനും രണ്ടാമത്തെ അവള് പറയാ കണക്കാണ്. അത് അച്ഛനോടാണേലും അമ്മോടാണേലും ചേട്ടനോടാണെങ്കിലും ചേച്ചിയോടാണെങ്കിലും ആരോടും അവള് പറയുന്നത് കണക്കാണ്. ഒരിക്കലും കണക്ക് പറയാൻ പാടില്ല. ഞാൻ ഒരിക്കലും മക്കളെ നോക്കിയതിന്റെ കേസിൽ കണക്ക് പറയാനോ അല്ലെങ്കിൽ എഴുതി വെക്കാം, അങ്ങനെയാണെന്നെ പലതും നമുക്ക് എഴുതി വെക്കണ ലൈഫില്. അപ്പൊ ഇതില് അവര് പറയുന്ന ഒരു വിഷയം, ഈ കുട്ടി ഒളിച്ചോടിപ്പോയ ആ ചെക്കൻ മെയിനായിട്ട് യൂട്യൂബ് ചാനൽ, അതായത് ഇവരൊരു ഫേമസ് ആയ ഒരു ഫാമിലി വ്ളോഗേഴ്സ് ആണ്. അപ്പൊ ഈ ഒളിച്ചോടിപ്പോയ കുട്ടിക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ഏകദേശം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു റീച്ചൊക്കെ ഉള്ള ഒരു ചാനലാണ് ആ കുട്ടിയുടെ. അപ്പൊ ആ ഒരു ചാനലിലൂടെ ആ കുട്ടീനെ കല്യാണം കഴിച്ച് ആ ചാനൽ കൈക്കലാക്കി അതിലൂടെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളൊരു രീതിക്കാണ് ഈ ഒരു ചെക്കൻ ഈ കുട്ടീനെ കല്യാണം കഴിക്കാൻ തയ്യാറായത്. അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടായിരുന്നു. വേറെ കുറച്ചോളം പറയാം, ഈ ചെക്കനെ ചേച്ചി വിളിച്ചോ കണ്ട ഫോൺ വിളിക്കുമ്പോ ചേച്ചി വിളിച്ചോടി പോയി കാരണല്ലേ ചേച്ചിക്ക് ഇത്ര റീച്ച് വന്നത്. മറ്റുള്ള വീട്ടുകാരിങ്ങനെ അടി ഉണ്ടാക്കിക്കൊണ്ടാ എല്ലാവർക്കും വീട് വയ്ക്കാൻ പറ്റിയത്. ഇതൊക്കെ ഇവർ രണ്ടാൾ സാർ സംസാരിക്കുന്നത് ഈ കൂടപ്പുറപ്പെന്നെയാണ് എന്നോടൊന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനത്തെ ആൾക്കാര് ഈ ഒരു കേസ് അതായത് റൂട്ടിക്കാണ് പോണെന്ന് എനിക്ക് തോന്നിയത് കാരണം കല്യാണം ഈ വീട്ടുകാരെ നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒളിച്ചോടി പോവേണ്ട അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ചെക്കൻ മുമ്പ് തന്നെ ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ഒളിച്ചോടി പോയത് കൊണ്ടാണ് ചേച്ചീൻ്റെ ചാനൽ റീച്ച് ആവാനും വൈറലാവാനൊക്കെ കാരണം, സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടാൻ കാരണമല്ലേ. അതുപോലെ തന്നെ ഈ പ്രണവിൻ്റെ ഇഷ്യൂ വന്നപ്പോഴത്തേനും അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ടായിരുന്നു. അവരിനെ എല്ലാവരും കൂടുതൽ അറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഒരു റീച്ച് ഉണ്ടാക്കുക എന്നുള്ളൊരു മൈൻഡായിരുന്നു ഈ ചെക്കൻ്റേത്. കാരണം എനിക്കത് തോന്നാൻ കാരണം ഈ ഒളിച്ചോടി പോയ ആ കുട്ടി ഒട്ടും വീഡിയോ എടുക്കാൻ ഇഷ്ടമല്ലാത്തൊരു കുട്ടിയാണ്. അത് അവരുടെ വീഡിയോയിൽ, ഈ കുട്ടിയുടെ മുമ്പത്തെ വീഡിയോയിൽ അവർ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ, ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആകെ 1 or 2 വീഡിയോസ് മാത്രമേ ഇതിനു മുമ്പ് ആ കുട്ടി ആ ചാനലിൽ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ആ കുട്ടിയും ആ കുട്ടിയുടെ ഹസ്ബൻഡും തന്നെ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ വീഡിയോ എടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഏട്ടനാണ്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാൻ ഏട്ടനാണ് തയ്യാറായി മുന്നിൽ നിൽക്കുന്നത്. എല്ലാം ഏട്ടൻ തന്നെയാണ് ചെയ്യുന്നത്, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ കൂടെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ഏട്ടൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. ജോലിക്ക് പോവാതെ യൂട്യൂബിൽ നിന്നും ഈ കുട്ടിയുടെ ചാനലിൽ നിന്നും ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം ഇവരുടെ ഫാമിലിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് കൂടുതൽ വിഷയം എന്തൊക്കെയോ ഇവർ തമ്മിൽ വീട്ടുകാരായിട്ട് പ്രശ്നമൊക്കെ നടന്നിട്ടുണ്ട്. അതൊന്നും ഇവർ കൂടുതലും പുറത്ത് പറഞ്ഞിട്ടില്ല. അച്ഛനും അമ്മയായാലും ഇവരുടെ ചാനലിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒളിച്ചോടിപ്പോയ കുട്ടി ഇവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസമായിട്ടുള്ളൂ. ഇനി ഒരു 3 മാസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ കല്യാണത്തിന്. മെയിലോ മറ്റോ ആയിരുന്നു കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീട്ടുകാരും ഈ ഒരു ചെക്കൻ്റെ വീട്ടുകാരും തമ്മിലോ അല്ലെങ്കിൽ ചെക്കനുമായിട്ടോ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴത്തേനും ഈ കുട്ടി ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ചെക്കനെയാണ് ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടുകാരനെ തള്ളിപ്പറയുന്ന രീതിയിലും കളിയാക്കുന്ന രീതിയിലും ഒക്കെയാണ് ഈ കുട്ടി പെരുമാറിയിരുന്നത്.
ഒരു വിഷയം ഉണ്ടായപ്പോഴത്തേനും അങ്ങനെയാണ് ഈ കുട്ടി പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവർ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, കോൾ ചെയ്യലും കാണലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അത്രത്തോളം അടുത്തിട്ടുണ്ടാവും. എങ്കിൽ പോലും ഒരാൾ നമ്മുടെ ഫാമിലിനെ തള്ളിപ്പറയുമ്പോൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഇപ്പം അവരെയും ഇവരെയും ഒരുമിപ്പിക്കാനായിരുന്നു ശ്രമിക്കേണ്ടിയിരുന്നത്. അല്ലാണ്ട് ഈ പെട്ടെന്ന് ഇവർ ഒരു ഇഷ്യൂ നടന്നപ്പോഴത്തേനും വീട്ടുകാർ കല്യാണം നടത്തി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇടയിൽ നിന്ന് പ്രശ്നം സോൾവ് ചെയ്യിപ്പിച്ച് കല്യാണം നല്ല രീതിയിൽ നടത്തുകയായിരുന്നു ഈ കുട്ടി ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഈ കുട്ടി ഫുള്ളായി ഈ വീട്ടുകാരനെ തള്ളിപ്പറയുക, ചേച്ചീനെ അമ്മനെ അച്ഛനെയൊക്കെ ഫുള്ളായി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അതിനോട് മാത്രം എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എത്ര പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞാലും അമ്മയാണ്, അച്ഛനാണ്, ചേച്ചിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെയാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു എന്നുള്ള രീതിയിൽ കേസ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആരെക്കുറിച്ചാണ് കേസ് കൊടുക്കുന്നത് എന്നുള്ളത് പോലും ചിന്തിക്കുന്നില്ല. അതായത് സ്വന്തം ചേച്ചിക്കെതിരെയാണ് കേസ് കൊടുക്കുന്നത് എന്ന് പോലും ഈ കുട്ടി ചിന്തിക്കുന്നില്ല. ഈ കുട്ടി കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ചെക്കൻ്റെ ഭാഗത്തും ചെക്കൻ്റെ വീട്ടുകാരൻ്റെ ഭാഗത്തുമാണ് ഫുള്ളായിട്ടും നിൽക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേനും വീട്ടുകാരുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അവിടെ ഫാമിലിയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, നടക്കുക, അവരുടെ വിഷമം കാര്യങ്ങളൊന്നും ഈ കുട്ടി ചിന്തിക്കുന്നില്ല. ഫുള്ളായി ഈ കുട്ടി സപ്പോർട്ട് ചെയ്യലും നിൽക്കലും ഒക്കെ ചെയ്യുന്നത് ഈ ചെക്കൻ്റെ ഫാമിലിക്കാണ്. എനിക്ക് പറയാനുള്ളത്, ഇനി നാളെ മേലാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഈ കുട്ടിക്ക് ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഈ ഹസ്ബൻഡുമായി എന്തെങ്കിലും ഒരു വഴക്കോ കാര്യങ്ങളോ വരുമ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഫുള്ളായി സപ്പോർട്ട് ചെയ്യുന്നത് ഈ കുട്ടീൻ്റെ ഹസ്ബൻഡിനെ ആയിരിക്കും. അപ്പോൾ ഈ കുട്ടീനെ എല്ലാവരും തള്ളിപ്പറയുന്നേ ചെയ്യുള്ളൂ. ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഉറപ്പായും ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ആ കുട്ടീനെ തള്ളിപ്പറഞ്ഞ് ഈ ചെക്കൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ. അപ്പോൾ ഈ കുട്ടിക്കായിരിക്കും ആരും ഇല്ലാതാവുന്നത്. അത് ചിന്തിക്കാനുള്ളൊരു ഇതുപോലും ആ കുട്ടി കാണിക്കുന്നില്ല. അപ്പോൾ ഈ വീട്ടുകാരുടെ അവസ്ഥ പോലും ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു ഇതാണ്. അപ്പം ഈ ഒരു കേസ് കൊടുക്കുന്നു എന്നുള്ളൊരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ.